ഹായ് ഹലോ സിജിയാണ് കേട്ടോ. പൊളിസിംഗ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സയോറയിലെ നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ആൻറ്റി ടെർണിഷിൻ്റെ കുറച്ച് ജ്വല്ലറി കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ആൻറ്റി ടെർണിഷ് ജ്വല്ലറിയെ കുറിച്ച് ഒരു രണ്ട് വാക്ക് ഒന്ന് പറയാം. മറ്റൊന്നുമല്ല, ആൻറ്റി ടെർണിഷ് ജ്വല്ലറി നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഗോൾഡ് കവറിങ്ങിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ജ്വല്ലറിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ ഡിമ്മ, അതെല്ലാം നമ്മൾ ഇടുന്ന സ്ഥലത്തൊക്കെ ഒരു ബ്ലാക്കിഷ് കോട്ടിംഗ് ഒക്കെ വരും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചിലർക്ക് അത് അലർജിക്കും ആയിരിക്കും. എന്നാൽ ഈ ആൻറ്റി ടെർണിഷ് ജ്വല്ലറിയിൽ യാതൊരുവിധ അലർജിയും ഉണ്ടാവില്ല. അതുപോലെ ബ്ലാക്ക് കോട്ടിങ്ങോ അങ്ങനെയൊന്നും വരില്ല. പിന്നെ ഇതിന് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഇപ്പം നമുക്ക് വിയർപ്പൊക്കെ തട്ടി എന്ന് പറഞ്ഞാൽ ഒന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇട്ടുകൊണ്ട് കുളിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിലോട്ട് നമ്മളത് വെയർ ചെയ്തതിന് ശേഷം അതിലോട്ട് പെർഫ്യൂംസ് അടിക്കുക, ലോഷൻസ് അത് ഇട്ടിട്ട് ലോഷൻസൊക്കെ ഇടുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗ്ലേസിങ്ങും ഗ്ലോയും ഒക്കെ അങ്ങ് പോകും. അപ്പോൾ അതിപ്പോൾ നമ്മൾ ഈവൻ ഗോൾഡ് ആയാൽ കൂടി നമ്മൾ കണ്ടിന്യൂ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെയും അതിൻ്റെ ആ ഒരു തിളക്കവും ഒക്കെ ഒന്ന് പോകും. മാത്രമല്ല നമ്മൾ ഇട്ടുകൊണ്ട് ഇത് തന്നെ വളരെ ചെറിയ ചെറിയ ജ്വല്ലറീസൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ടുകൊണ്ടൊക്കെ കിടക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബെഡ്ഷീറ്റിലും മറ്റേതിലുമൊക്കെ കുടുങ്ങി പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എത്രത്തോളം കെയർ കൊടുത്ത് അതിനെ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം അത് നിലനിൽക്കും. അപ്പം നമ്മുടെ ആൻറ്റി ടെർണിഷ് ജ്വല്ലറി ലൈഫ് ലോങ് ഒക്കെ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ആ ഒരു ഗ്ലോയൊക്കെ അതുപോലെ നിൽക്കണമെങ്കിൽ നമ്മൾ ഇത്ര മാത്രം ചെയ്യുക. കുളിക്കുന്നതിന് മുന്നേ അതൊന്ന് ഊരി വയ്ക്കുക. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇടാം. അതേപോലെ തന്നെ നമ്മൾ ബോഡി ലോഷൻസും പെർഫ്യൂംസൊക്കെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ജ്വല്ലറി വെയർ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗ്ലോസിനെസ്സും ഒന്നും പോകാതെ അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് ആ സെക്കൻഡ് നമുക്ക് ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റില്ല. ഓർഡർ പ്ലേസ് ചെയ്ത് സെക്കൻഡ് ഡേയോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്നോ ആയിരിക്കും നമ്മൾ സാധനം അയക്കുന്നത്. നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്താൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് പൈസ നഷ്ടമില്ല. എന്തെങ്കിലും കാരണവശാലും നമുക്കത് അയക്കാൻ പറ്റിയില്ല എങ്കിൽ ആ പൈസ തീർച്ചയായും നമ്മൾ റിട്ടേൺ തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ രാവിലെയൊക്കെയാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതെങ്കിലും നമ്മൾ പറ്റുമെങ്കിൽ നമ്മൾ തീർച്ചയായും അന്ന് തന്നെ ഡെലിവറി ചെയ്യും. പക്ഷെ നമ്മൾ മാക്സിമം പറയുന്നത് 2-3 ഡേയ്സ് ആണ്. അപ്പോൾ കേരളത്തിൻ്റെ അകത്താണെങ്കിൽ നമ്മളൊരു സാധനം അയച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഡേ കിട്ടാനാണ് സാധ്യത. ചില സിറ്റുവേഷൻസുകളിൽ അത് ചിലപ്പോൾ 3 ഡേയ്സ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് വേണം നിങ്ങൾ ഓർഡർ ചെയ്യുവാൻ. അപ്പോൾ നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് കാണാം. അപ്പോൾ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ആൻറ്റി ടെർണിഷ് ജ്വല്ലറിയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഐറ്റം കാണാം. ഇത് നല്ല ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഹാഫ് ബാങ്കിളും അതേപോലെ ഒരു ഹാഫ് നല്ല ഭംഗിയുള്ള അത്യാവശ്യം നല്ല വീതിയിലൊക്കെ വരുന്ന ഒരു ചെയിനോട് കൂടിയ ഒരു ബാങ്കിളാണ്. നല്ല രസമുള്ള ഒരു ബാങ്കിളാണ്. ഇതാ ഇതുപോലെ ഇത്രയും എക്സ്റ്റൻഷനും കൂടെ ഇതിൽ വരുന്നുണ്ട്. സെയിം സാധനമാണ് ഞാൻ വേറെ ചെയ്തേക്കുന്ന. നല്ല രസമുള്ള ഒരു ഇതിലാണ് ഇത് വന്നേക്കുന്നത്. കണ്ടില്ല, ഇത് തന്നെയാണ് വേറെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് 2-8കാർക്കും 2-6കാർക്കും 2-7കാർക്കും ഒക്കെ ഇടാം. കാരണം എന്താ ഇവിടെ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനമുണ്ട്. അപ്പോൾ നമ്മുടെ സൈസിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റും ചെയ്യാം. നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ്. എക്സാക്റ്റ് ഗോൾഡ് പോലെ തന്നെ കിടക്കുകയും ചെയ്യും. ഇതാ കണ്ടില്ലേ, നല്ല വെയിറ്റോട് കൂടിയ നല്ല കട്ടി ചെയിനിനാണ് ഇത് വന്നേക്കുന്നത്. അതുപോലെ നല്ല വേണ്ട കട്ടി ചെയിനിൽ. അപ്പം നമുക്ക് ഇത് ഇതുപോലെ വേറെ ഇതുപോലെ ഈ വളയെ ഈ ഹാഫ് ആക്കി വെച്ചിട്ട് ഇപ്പുറത്ത് നമുക്ക് കണക്ട് ചെയ്തിടാൻ പറ്റും. അതുപോലെ ഇതുപോലെ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു കെട്ട് പോലെയൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രസമുള്ളൊരു ഹാഫ് ബാങ്കിൾ ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 370 റുപ്പീസ്. 370 ആണ് ഇതിൻ്റെ റേറ്റ്. 370 നല്ല സ്റ്റൈലിഷാണ്. അപ്പോൾ വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണിച്ചേക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ മെസ്സേജ് ഇടുക. അടുത്തത് ഈ ഒരു ഗ്രീൻ ഇനാമലും നിറയെ AD സ്റ്റോൺസ് ഒക്കെ വെച്ച് പിന്നെ ഇതിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു ബാങ്കിളാണ്. ഇത് ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്തിടാൻ പറ്റും. നല്ല രസമുള്ള ഒരു ബാങ്കിളാണ്. കണ്ടില്ലേ, ആ ഒരു AD സ്റ്റോൺസും നിറയെ സ്റ്റോൺസും വന്നിട്ടുണ്ട്. അതേപോലെ സെൻറ്ററിലായിട്ട് ഒരു വൈറ്റ് ഇനാമലിൻ്റെ വർക്കും കൂടെ വന്നിട്ടുണ്ട്. പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ്. 299 ആണ് ഇതിൻ്റെ റേറ്റ്. 299. അതിനിപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഇതുപോലെ കിടക്കും. 280 ഉള്ള ആളുകൾ വാങ്ങുകയാണെങ്കിൽ ഇതേ ഇതുപോലെ ടൈറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ 2-7, 2-6കാർക്കാണെങ്കിൽ ഇത് നല്ല ലൂസായിട്ട് കിടക്കും. അല്ലെങ്കിൽ ഇതേ ഇതുപോലെ കുറച്ചൊന്ന് ടൈറ്റായിട്ട് ഓടാതെ ഇതുപോലെ കിടക്കും. അപ്പോൾ നമുക്ക് വാച്ചിൻ്റെ കൂടെയൊക്കെ ആൻറ്റി ടെർണിഷിൻ്റെ വാച്ചും അതേപോലെ ഒരു ബ്രേസ്ലെറ്റൊക്കെ കൂടെ സെറ്റൊക്കെ ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് ഇതിനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത്
299, 299. അടുത്തത് ഇതാണ്. ആ സെന്ററിൽ ഒരു റൗണ്ടും ഈ സൈഡിലും എഡി സ്റ്റോൺസ് ഒക്കെ പതിപ്പിച്ച നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഗോൾഡ് ആൻറ്റി ടെർണിഷ് ജ്വല്ലറിയാണ്. റോസ് ഗോൾഡ് അല്ല, യെല്ലോ ഗോൾഡ് ആണ്. നല്ല സ്റ്റൈലിഷ് ആണ്. ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് ഇടാൻ പറ്റും. ഇതും സെയിം സൈസിൽ വരുന്നതാണ്. 280-കാർക്ക് ടൈറ്റ് ആയിട്ട് കിടക്കും. 26, 27-കാർക്ക് നല്ല ലൂസായിട്ട് ഓടുകയും ചെയ്യും. കണ്ടില്ലേ, നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ്. ദേ, നല്ല ഭംഗിയുള്ളതാണ്. കണ്ടില്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഇതുപോലെ വെയർ ചെയ്യാം. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക. ഇതുപോലെ നല്ല സ്റ്റൈലിഷ്. അപ്പോൾ അതിൻ്റെ ആ ഒരു തിളക്കമൊക്കെ കാണുമ്പോൾ തന്നെ എത്ര ക്വാളിറ്റിയിൽ വരുന്നതാണ്. അപ്പോൾ ആൻറ്റി ടെർണിഷ് ഒരുപാട് തരത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ആൻറ്റി ടെർണിഷ് റേറ്റ് കുറഞ്ഞതും ഒക്കെ കിട്ടും, പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. ഇത് നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ബാങ്കിളാണ്. 299. അടുത്തതും ഒരു യെല്ലോ ബാങ്കിളാണ്. ഇതുപോലെ ഇനാമൽ വർക്കും അതിൻ്റെ ഇടയിൽ സ്റ്റോൺസ് ഉണ്ട്. സെൻറ്ററിൽ ഒരു ബ്ലാക്ക് ഇനാമൽ വർക്കുണ്ട്. ഇവിടെ ഇതുപോലത്തെ പാറ്റേണിൽ വരുന്നതാണ്. സൈഡിൻ്റെ ആ ഒരു ഗ്ലോസിനെസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല രസമുള്ള ഒരു ടൈപ്പിലാണ് ഇത് വരുന്നത്. ഇതുപോലെ ഇരിക്കും. നല്ല ഭംഗിയുള്ള മോഡലാണ്. ഇവിടെ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ വെയർ ചെയ്യാൻ. ക്ലിപ്പ് ബാങ്കിളാണ്. ഇതുപോലെ നമുക്കിട്ട് ഇതുപോലെ ക്ലിപ്പ് അടിച്ചിടാം. ക്ലിപ്പ് ബാങ്കിളാണ്. അത്യാവശ്യം നല്ല വെയിറ്റും ഇതൊക്കെയുള്ള പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന വളയാണ്. റേറ്റ് 299. സെയിം സൈസിൽ വരുന്നത് തന്നെ 26-കാർക്കും 27-കാർക്കും നല്ല ഫിറ്റിങ്ങിലുണ്ടാവും. 28-കാർക്ക് ടൈറ്റ് ആയിട്ട് കിടക്കും. അത്രയേ ഉള്ളൂ. നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാം. നമുക്ക് ബ്ലാക്ക് വാച്ചിൻ്റെ കൂടെയും അതേപോലെ ബ്ലാക്ക് ക്ലോ ബ്രേസ്ലെറ്റിൻ്റെ കൂടെയും ഒക്കെ സെറ്റാക്കിയൊക്കെ വെയർ ചെയ്യാൻ പറ്റും. സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. റേറ്റ് 299, 290. അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു കാർട്ടർ മോഡലിലൊക്കെ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ്. സെൻറ്ററിൽ ഇതുപോലെ സ്റ്റോണിൻ്റെയും അതേപോലെ നമ്മുടെ റോമൻ ലെറ്റേഴ്സിൻ്റെ ആ ഒരു പാറ്റേണും കൂടെ വരുന്ന സെൻറ്റർ പാർട്ടൊക്കെ ഉള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. ചെയിൻസ് ഇതുപോലെ സിംഗിൾ ചെയിനാണ്. അതുപോലെ നല്ല എഡി സ്റ്റോൺസും അതിൻ്റെ ചുറ്റിനുള്ള ആ ഒരു റോമൻ ലെറ്റേഴ്സൊക്കെ എഴുതിയ ആ ഒരു റൗണ്ടും കൂടെയാണ് വന്നേക്കുന്നത്. എൻ്റെ സെൻറ്റർ പാർട്ടിൽ ചെയിൻസ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെയിനാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റമാണ്. 290 ആണ് റേറ്റ്. 290. ഇതിൻ്റെ ഗ്ലേസിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിഞ്ഞുകൂടാ, അതിൻ്റെക്കാട്ടി ഭംഗിയുണ്ട്. 290 ആണ് എൻ്റെ റേറ്റ്. അടുത്ത നല്ല സ്റ്റൈലായിട്ട് നമുക്ക് ഇതേണ്ട ഈ ഒരു വി പാറ്റേണിൽ വരുന്ന സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ വി പാറ്റേണിൽ വരുന്ന നിറയെ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു റിങ്ങാണ്. കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ വി തന്നെയാണ്. അപ്പോൾ ഇത് ഇഞ്ഞ് വരെ കയറ്റിയിട്ട് നല്ല രസമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന 150 റുപ്പീസ്. അടുത്തത് ഇതുപോലെ നമ്മുടെ ആ ഒരു ഷെല്ലൊക്കെ ഇല്ലേ, ഷെല്ല് ഇതുപോലെ വരുന്ന 2 സൈഡിൽ ഷെല്ല് പോലെ വരുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു റിങ്ങാണ്. ഇത് അഡ്ജസ്റ്റബിൾ റിങ്ങാണ്. അപ്പോൾ ഏത് സൈസിലുള്ളവർക്കും എടുത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലെ കിടക്കും. കണ്ടില്ലേ, ഇതുപോലെ ഇടാൻ പറ്റും. ഇതുപോലെ നമുക്ക് ചെറിയ കൈയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടെ അടുത്തിരിക്കും. ഇനി ഇത്തിരി കൂടെ വണ്ണം ഉള്ളവർക്കാണെങ്കിൽ ഇത് ലേശം ഒന്ന് അകത്തി കൊടുത്താൽ മതി, നമുക്ക് ഇടാൻ പറ്റും. ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 140 ആണ്. 140. ഇത് ആൻറ്റി ടെർണിഷ് ജ്വല്ലറിയാണ്. അല്ല, അടുത്തത് ഇതുപോലെ വിങ്സ് ഒക്കെ പോലെ 2 സൈഡിലും 2 ലെങ്തിൽ വിങ്സ് പോലെ വരുന്ന നല്ല അഡ്ജസ്റ്റബിൾ ആൻറ്റി ടെർണിഷ് ആയിട്ടുള്ള ഒരു റിങ്ങാണ്. ജസ്റ്റ് 140 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇവിടെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ബാക്ക് സൈഡൊക്കെ ഇതുപോലെയാണ് കാണുന്നത്. ഓക്കെ, കണ്ടില്ലേ, നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു റിങ്ങാണ്. 140 റുപ്പീസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റംസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീനിൽ കാണിച്ചേക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി.